വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം മാത്രം ഞങ്ങൾ കേൾക്കാൻ ഇടയാക്കണമേ. യേശുർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ എൻ്റെ ജീവിതത്തെ വളരെ ചലഞ്ച് ചെയ്ത ഒരു സംഭവം പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞാൻ വളരെ അതിനെപ്പറ്റി കർത്താവെ 36 വർഷം ഒരുമിച്ച് ഹസ്ബൻഡ് വൈഫായിട്ട് ജീവിച്ചു. കർത്താവ് എന്താണ് അടിയനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ എന്നോട് തന്നെ റിട്രോസ്പെക്ട് ചെയ്യാനായിട്ട് ഇടയായി. അപ്പൊ ആ സമയത്ത് കർത്താവ് എനിക്ക് കാണിച്ചു തന്ന ദൈവവചനം വളരെ എന്നെ തകർക്കുകയും അതേസമയം ധൈര്യപ്പെടുത്തുകയും ചെയ്തു. ആ ഭാഗം തന്നെ നമുക്ക് വെഡിങ് ആനിവേഴ്സറിയോടുള്ള ബന്ധത്തിലല്ലെങ്കിലും നമ്മളെ തന്നെ ശോധന ചെയ്യാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് ചിന്തിക്കുന്നു. ദൈവം എനിക്കത് അനുഗ്രഹത്തിനായിട്ട് മാറ്റി തീർത്തു. യെശയ്യാ പ്രവചനം 29-ാം അധ്യായത്തിൽ നിന്നാണ് ദൈവം എന്നോട് സംസാരിച്ചത്. അതിനകത്ത് 9-ാമത്തെയും 10-ാമത്തെയും വാക്യം ഞാൻ വായിക്കാം. ജാതികൾ വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവിൻ, അന്ധത പിടിച്ച് കുരുടരായി തീരുവിൻ. അവർ മത്തരായിരിക്കുന്നു, വീഞ്ഞുകൊണ്ടല്ലതാനും. അവർ ചാഞ്ചാടി നടക്കുന്നു, മദ്യപാനം കൊണ്ടല്ലതാനും. അന്ധത പിടിച്ച് കുരുടരായി തീരുവിൻ. ആത്മീയ അന്ധതയെക്കുറിച്ചാണ് ദൈവം എന്നോട് സംസാരിച്ചത്. നമ്മൾ വിചാരിക്കും നമുക്ക് ഒത്തിരി വചനം അറിയാം, നമ്മൾ ഒത്തിരി വചനം പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ചില പോയിന്റ്സിൽ നമ്മൾ ആത്മീയമായിട്ട് അന്ധരായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ ആക്ച്വലി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുമായിരുന്നു, എന്താണ് എന്നിലുള്ള കുറവ് ഒരു വൈഫ് എന്നുള്ള നിലയിൽ. അതെനിക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം എൻ്റെ ജീവിതത്തിലുള്ള ചില നെഗറ്റീവ്, ഒരു വൈഫ് എന്നുള്ള രീതിയിലുള്ള കുറെ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പറഞ്ഞപ്പോൾ ഞാൻ വളരെ വിഷമിച്ചു. ഞാൻ വിചാരിച്ചു, കർത്താവേ, എനിക്ക് എങ്ങനെ എന്നെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും? ഇത്രയും വർഷം പല കാര്യങ്ങളിലും ഞാൻ തെറ്റിപ്പോയല്ലോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ ഈ അധ്യായം ദൈവം എനിക്ക് വായിക്കാനായിട്ട് തന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ആത്മീയമായിട്ട് നമുക്ക് ചില ബ്ലൈൻഡ് സ്പോട്ട്സ് കാണും. പലപ്പോഴും നമ്മൾ അത് കണ്ടില്ലെങ്കിൽ, നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കാനായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നില്ലെങ്കിൽ, ദൈവത്തോട് ചോദിച്ചില്ലെങ്കിൽ, നമ്മളത് അറിയാതെ നമ്മൾ ജീവിക്കും, അന്ധന്മാരായിട്ട് ജീവിക്കും. ഈ അധ്യായത്തിന് യെശയ്യാവ് 29-ാം അധ്യായത്തിലും ദൈവം ഇവിടെ ഇസ്രായേൽ മക്കളുടെ അന്ധതയെ പറ്റിയാ പറയുന്നത്. ആക്ച്വലി 9-ാം വാക്യം നമ്മൾ വളരെ വായിച്ച് ധ്യാനിച്ചാൽ, യെശയ്യാവ് 29-9 വായിച്ചാൽ, ബി ഡിലേഡ് ആൻഡ് വെയിറ്റ്, ബ്ലൈൻഡ് യുവർസെൽസ് ആൻഡ് ബി ബ്ലൈൻഡ്. അതായത് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം ഈ അന്ധതയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യുന്നത്? ആക്ച്വലി ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ ഈ അധ്യായത്തിൽ സ്പിരിച്വൽ പ്രൈഡിനെ പറ്റിയാ പറയുന്നത്. അതായത് പ്രൈഡിനെ പറ്റി, ഒരു അഹങ്കാരം, ആത്മീയമായിട്ടുള്ള അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എനിക്കെല്ലാം അറിയാം, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ റൈറ്റ് ആണെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം. ഇസ്രായേൽ ഒരു രീതിയിൽ അങ്ങനെയായിരുന്നു. അപ്പം ദൈവം അങ്ങനെ ഒരു രീതിയിലാണെങ്കിൽ ദൈവം നമ്മളെ ബ്ലൈൻഡായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ചിലപ്പോൾ അനുവദിക്കും. അത് വളരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുക, ബ്ലൈൻഡ് യുവർസെൽസ് ആൻഡ് ബി ബ്ലൈൻഡ്. 10-ാം വാക്യം, ഫോർ ദ ലോർഡ് ഹാസ് പോർഡ് ഓവർ യു എ സ്പിരിറ്റ് ഓഫ് ഡീപ് സ്ലീപ്പ്, ഹി ഹാസ് ഷട്ട് യുവർ ഐസ്, ദ പ്രോഫറ്റ്സ്, ഹി ഹാസ് കവേർഡ് യുവർ ഹെഡ്സ്, ദ സീയേഴ്സ്. അതായത് നമ്മൾ ഇസ്രായേൽ മക്കൾക്ക് ദൈവം പ്രവാചകന്മാരെ പോലും അയക്കാൻ സാധിക്കാത്ത ഒരു സമയം. അതായത് അവര് അന്ധന്മാരായിരിക്കുക. 11-ാം വാക്യം തൊട്ട് വായിച്ചാൽ, നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവത്തില്ലെന്ന് എഴുതിയിരിക്കുന്നത്. എൻറ്റയർ വിഷൻ ഷാൽ ബി ടു യു ലൈക്ക് ദ വേർഡ്സ് ഓഫ് എ സീൽഡ് ബുക്ക്, which when they give it to the one who is literate, saying, please read this, he will say, I cannot, for it is sealed. Then the book will be given to the one who is illiterate, saying, please read this, and he will say, I cannot read. അതായത് നമ്മൾ വായിക്കാൻ ശ്രമിച്ചാൽ പോലും മനസ്സിലാവത്തില്ല, അറിഞ്ഞാലും അറിവില്ലെങ്കിലും നമുക്ക് കൂടുതൽ മനസ്സിലാവത്തില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് 13-ഉം 14-ഉം വായിച്ചാൽ നമ്മൾ ഇങ്ങനെ ആയിപ്പോവും. ആ സമയത്ത്
ഈ ജനം അടുത്ത് വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. നമുക്കും അങ്ങനെ തന്നെ സംഭവിക്കാം. നമ്മുടെ വായ് കൊണ്ടും അധരം കൊണ്ടും ദൈവത്തെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. വളരെ എനിക്ക് തോന്നി, ദൈവമേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇസ്രായേലിന് സംഭവിച്ചെങ്കിൽ നമ്മളോട് കർത്താവ് പറയുക, വിശ്വാസികളായെന്ന് പറയുന്ന നമുക്കും ദൈവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ അകറ്റിക്കളയാനായിട്ട് ഉള്ള സാധ്യത അവരെങ്കിൽ നിന്നും ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. നമ്മൾ തന്നെയാ, ഞാൻ തന്നെയാ അത് ചെയ്യാൻ സാധ്യതയുള്ള ഒരാള് എന്നെനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് 13ഉം 14ഉം ആണ് ഞാൻ വായിച്ചത്. 15ഉം 16ഉം വായിച്ചാൽ, തങ്ങളുടെ ആലോചനയെ യഹോവയ്ക്ക് അഗാധമായി മറച്ചു വെക്കുവാൻ നോക്കുകയും, ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത്, woe to those who deeply hide their plans from the Lord. ദൈവത്തിൽ നിന്ന് നമ്മുടെ ആലോചന നമ്മൾ തന്നെ നമുക്കറിയാം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവത്തെക്കാട്ടിലും ബെറ്റർ ആയിട്ട് നമുക്കറിയാം എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതൊന്നുകൂടെ വായിക്കാം ഞാൻ. തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും ഞങ്ങളെ ആര് കാണുന്നു, ഞങ്ങളെ ആരറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അയ്യോ, ഇതെന്തൊരു മറിവ്. കുശവനും കളിമണ്ണും ഒരുപോലെ എന്ന് വിചാരിക്കാമോ? ഉണ്ടായത് ഉണ്ടാക്കിയതിനെ കുറിച്ച് അവനെ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉരുവായത് ഉരുവാക്കിയവനെ കുറിച്ച് അവന് ബുദ്ധിയില്ല എന്നും പറയാമോ? ഇത് വളരെ സങ്കടപ്പെട്ട ഒരു അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കാം. നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ സ്പിരിച്വൽ പ്രൈഡ് എന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജാതിയെ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഒത്തിരി പറയുന്നില്ല. ഈ അധ്യായത്തിൽ പറഞ്ഞ ദൈവം അവരെ ഡിസിപ്ലിൻ ചെയ്യും, ശിക്ഷിക്കും. ദൈവം ദൈവം ദൈവത്തിന്റെ അറ്റൻഷൻ കിട്ടണം. കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുള്ളതുകൊണ്ട് അതിന്റെ ഒരു ശിക്ഷ നമ്മൾ അനുഭവിച്ചേ മതിയാവൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം. അധ്യായത്തിൽ പല പല കാര്യങ്ങളിൽ ദൈവം പറഞ്ഞിരിക്കുക, ദൈവം ശിക്ഷിക്കും. എന്നാൽ അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ഒരു പ്രോമിസ് ഉണ്ട്. ദൈവത്തിന്റെ പ്രോമിസ് ഉണ്ട്. ഈ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരണമെങ്കിൽ നമ്മൾ തന്നെ അത് ആഗ്രഹിക്കേണ്ടത്. ദൈവത്തിന്റെ പ്രോമിസ് ഉണ്ടെങ്കിലും ദൈവം അത് ചെയ്യണമെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഈ ഈ ഈ കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ ഞാൻ ആക്ച്വലി ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ ഇടയായി. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഓക്കെ, എൻ്റെ ഹസ്ബൻഡിന് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് ഇന്ന ശരിയല്ല ഹസ്ബൻഡിന് തോന്നുന്നുണ്ട്, തിരിച്ചും അതുപോലെ തന്നെ. ഞങ്ങൾ തന്നെത്താനെ തീരുമാനിച്ചു, നമുക്ക് എങ്ങനെ ഇത് സോർട്ട് ഔട്ട് ചെയ്യാം, നമുക്ക് എങ്ങനെ ഇത് ശരിയാക്കാം. കാരണം ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ചുമ്മാ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടിയിട്ടോ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ടോ കാര്യമില്ല. വാസ്തവമായിട്ട് ദൈവം എങ്ങനെ ഒരു ഹസ്ബൻഡ് വൈഫിനോടായിരിക്കണം, വൈഫ് ഹസ്ബൻഡിനോടായിരിക്കണം എന്ന ഹൃദയത്തിൽ നിന്ന്, വായി കൊണ്ടുള്ള സംസാരവും ഒന്നുമല്ല, ഹൃദയത്തിൽ നിന്ന് വളരെ ദൈവഭയത്തോടു കൂടിയുള്ള ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലായാലും സഭാ ജീവിതത്തിലായാലും കുടുംബത്തിനകത്ത് പേരൻസും ചിൽഡ്രനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയാലും സിബ്ലിങ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയാലും കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിലുള്ള താഴ്മ, സ്പിരിച്വലി ബ്ലൈൻഡ് ആയിട്ടുള്ളവര് സ്പിരിച്വലി ഹംബിൾ ആവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുക. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രോമിസ് ആണ് 17-ാം വാക്യത്തില്, ഇനി അല്പകാലം കൊണ്ട് ലെബനോൻ ഒരു ഉദ്യാനമായി തീരുകയും ഉദ്യാനം വനമായി എണ്ണപ്പെടുകയും ചെയ്യുകയില്ലയോ? ഞാൻ ഓർത്തു, കർത്താവെ, ഇത്രയും വയസ്സായി, ഇനി എവിടെയാ റിസ്റ്റോറേഷൻ ഒരു സമയമുള്ളത്? അല്ലെങ്കിൽ എങ്ങനെയാണ് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ എങ്ങനെ സാധിക്കും എന്ന് ഞാൻ ചിന്തിപ്പിച്ചപ്പോഴേ കർത്താവ് ഈ പ്രോമിസ്, അല്പകാലം കൊണ്ട് ലെബനോൻ ഒരു ഉദ്യാനമായി തീരുകയും നിനക്ക് ഇനിയും ഹോപ്പുണ്ട്, ഉദ്യാനം വനമായി എണ്ണപ്പെടുകയും ചെയ്യുകയില്ലയോ? അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. ഞാൻ ഓർക്കും, എത്ര വലിയൊരു പ്രോമിസാ ദൈവം നമ്മുടെ ദൈവത്തിലോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം തരുന്നതെന്ന്. അതായത് ലെബനൻ ചെറിയൊരു കാലയളവിൽ, ജസ്റ്റ് എ ലിറ്റിൽ വൈൽ, Lebanon will be turned into a fertile field. Fertile field will be considered as a forest. എന്നിട്ട് deaf shall hear the words of a book, and out of their gloom and darkness the eyes of the blind shall see. ദൈവത്തിന്റെ വലിയ കാര്യങ്ങളെ ദൈവം കാണിച്ചു തരും, കേൾപ്പിച്ചു തരും.
ഒരു ഉദ്യാനമായിട്ട് മാറ്റാൻ ദൈവത്തിന് സാധിക്കും. ഉദ്യാനം മാത്രമല്ല, ഫോറസ്റ്റ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു വാക്യം വളരെയധികം 19 afflicted also shall increase their gladness in the needy of mankind shall rejoice in the Holy One of Israel. 19 വാക്യം വായിച്ചതാണ്. സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. ഞാൻ ഇത് വായിച്ചപ്പോൾ ഞങ്ങൾ ഇന്നലെ ആക്ച്വലി CM സ്റ്റുഡൻസിന്റെ ഒരു പ്രെയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു സഹോദരൻ ഞങ്ങള് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പറ്റി അവലോകനം ചെയ്യുകയും ഓരോരുത്തർക്ക് എങ്ങനെയാ മുമ്പോട്ട് പോകേണ്ടതെന്ന് ചോദിച്ചപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു സഹോദരൻ, ഒരു ന്യൂറോ സർജൻ, അദ്ദേഹം പറഞ്ഞതിനെ വളരെയധികം ചിന്തിപ്പിച്ചു. വളരെ മിടുക്കനായിട്ട് ഒത്തിരി സർജറീസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. വളരെ ദൈവസന്നിധിയിൽ താഴ്മയും ഒക്കെയുള്ള ഒരു മനുഷ്യനാ. പുള്ളി പറഞ്ഞൊരു കാര്യം, ദൈവം എന്നെ പഠിപ്പിച്ചത് ദൈവത്തിൽ ഞാൻ ഡിലൈറ്റ് ചെയ്യണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ വളരെ ചിന്തിച്ചു, കർത്താവ് എത്ര വാസ്തവമാ. ബാക്കി നമുക്ക് എന്തെല്ലാം മെറ്റീരിയൽ ഗെയിൻസ് ഉണ്ടായാലും, എന്തെല്ലാം നേടിയെടുത്തെന്ന് പറഞ്ഞാലും ദൈവത്തിലുള്ള ആനന്ദം നമുക്ക്, അതായത് ഞാൻ വാക്യം ഒന്നുകൂടെ വായിക്കാം. യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. ഞാൻ ഓർക്കുമായിരുന്നു, കർത്താവെ, ഇതാണല്ലോ നമുക്ക് വേണ്ടത്. അതായത് നമ്മുടെ ആനന്ദവും നമ്മുടെ സന്തോഷവും ദൈവത്തിലാണ് എപ്പോഴും. അത് മാത്രമേ ഉള്ളൂ ഫുൾഫില്ലിങ് ആൻഡ് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള. അത് നമ്മൾ ഇനി ഞാൻ എത്ര പഠിക്കാനിരിക്കുന്നു ഞാൻ ചിന്തിച്ചു. കർത്താവെ, ഒരിക്കലും ആർക്കും മാറ്റാൻ പറ്റാത്ത സന്തോഷം ദൈവത്തിലുള്ള സന്തോഷമാണ്. ഈ ഭൂമിയിലെ ആരോഗ്യം പോയാലും സമ്പത്ത് പോയാലും എന്ത് പോയാലും കർത്താവിലുള്ള ആനന്ദം, യഹോവയിലുള്ള ആനന്ദവും യഹോവയിൽ സന്തോഷവും ഇസ്രായേലിന്റെ പരിശുദ്ധനിലുള്ള ആനന്ദവും, ഇത് അദ്ദേഹം ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ പറയുമായിരുന്നു. ഈ വാക്യമല്ല പുള്ളി പറഞ്ഞത്. ഞാനിത് വായിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് ചിന്തിക്കുമായിരുന്നു, എത്ര വാസ്തവമാ. കർത്താവ് ഈ സന്തോഷം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും എന്നെ ധൈര്യപ്പെടുത്തിയ വാക്യമാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്. ആക്ച്വലി ഈ വാക്യമാണ് ഞാൻ ആദ്യം വായിച്ചത്. പിന്നെയാണ് ഈ ചാപ്റ്ററിലോട്ട് തിരിഞ്ഞു നോക്കിയത്. 22 തൊട്ട് വായിക്കാം. ആകയാൽ അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ. അബ്രഹാം ഏത് അവസ്ഥയിലായിരുന്നു? അറിയാത്തതിനെ ആരാധിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിലായിരുന്നു. ദൈവം വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യത്തിലും പിന്നെയും വീണ്ടെടുത്തു. മക്കളില്ലാത്തപ്പം ദൈവം സന്തതിയെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് തെറ്റിപ്പോയ പല സാഹചര്യങ്ങളുണ്ട് അബ്രഹാം. ആ സമയത്തെല്ലാം ദൈവം തെറ്റിപ്പോയടത്തു നിന്ന് പൊക്കിയെടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ അബ്രഹാമിനെ വീണ്ടെടുത്ത ദൈവം, നമ്മളോട് ദൈവം എന്നോട് ദൈവം പറയുമായിരുന്നു, അബ്രഹാം തെറ്റിപ്പോയപ്പോ ഞാൻ അബ്രഹാമിനെ വീണ്ടെടുത്തു. അതായത് ഒരിക്കലെടുത്തു, രണ്ടാമത് വീണ്ടെടുത്തു. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. യഹോവ യാക്കോബ് ഗൃഹത്തെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇസ്രായേലിനെ പറ്റി പറഞ്ഞു വന്നിട്ട് പിന്നെയും ദൈവം യാക്കോബ് എന്നുള്ള പേര് ഉപയോഗിക്കുന്നത്. യാക്കോബ് എന്ന് പറഞ്ഞാൽ ചതിയനായിട്ടുള്ള, ഉപായിയായിട്ടുള്ള, പലപ്പോഴും നമ്മൾ ഈ ജഡത്തിൽ ഇപ്പോഴും ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ പിന്നെയും പഴയ സ്വഭാവത്തിന്, പ്രാകൃത മനുഷ്യന്റെ സ്വഭാവത്തിലോട്ട് പോകാം. എന്നാൽ കർത്താവ് പറയുക, യാക്കോബ് ഗൃഹത്തെ കുറിച്ച് ഞാൻ എന്തോ അരുളി ചെയ്യുന്നെന്ന് അറിയാമോ? ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം. ഇംഗ്ലീഷിലാണ് എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നുന്നത്. ജേക്കബ് ഷാൽ നോട്ട് നൗ ബി അഷെയിംഡ്, നോർ ഷാൽ ഹിസ് ഫേസ് നൗ ടേൺ പെയിൽ. ഞാൻ ആക്ച്വലി എൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചപ്പം വിളറിയിരിക്കുക എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഫേസ് പെയിലായി. സത്യം പറഞ്ഞാൽ വിളറിപ്പോയി. പക്ഷെ കർത്താവ് പറയുക, യു വിൽ നോട്ട് ബി അഷെയിംഡ്. ഇതിനേക്കാട്ടിലും ഒരു പ്രോമിസ് ദൈവത്തിൽ നിന്ന് വേണോ? നമ്മൾ ആരെങ്കിലും, എന്നെ കേൾക്കുന്നവര് എന്നെ പോലെ തെറ്റിപ്പോയ ഏതെങ്കിലും കാര്യത്തിൽ, ദൈവത്തിലുള്ള വിശ്വാസത്തിലാകട്ടെ, എന്തെങ്കിലും ആയിക്കട്ടെ, ആരെങ്കിലും ആയിട്ടുള്ള ബന്ധത്തിലുള്ള റിലേഷൻഷിപ്സിലായിക്കൊള്ളട്ടെ, ചെയ്ത പ്രവൃത്തി തെറ്റായി, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ട് എനിക്ക് ജീവിക്കായിരുന്നു എന്ന് തോന്നുന്നവരോട് കർത്താവ് പറയുക, നിന്റെ ഫേസ് Jacob shall not be ashamed, nor shall his face now turn pale. കർത്താവ് ഒരു നിമിഷത്തിലോ ഇല്ല, ലിറ്റിൽ വൈൽ ഇനി പെയിലാവേണ്ട ആവശ്യമില്ല, വിളറേണ്ട ആവശ്യമില്ല. ഈ അടുത്ത വാക്യം ഞാൻ ചിന്തിക്കുമായിരുന്നു, കർത്താവെ, എൻ്റെ ജീവിതം ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ എൻ്റെ മക്കൾ, എന്നെ കാണുന്നവര് എങ്ങനെ അവര് കണ്ടുപഠിക്കും. അപ്പൊ കർത്താവ് പറയുക 23 വാക്യത്തില്, when he sees his children, the work of my hands in his midst. എൻ്റെ മക്കള്, അല്ലെങ്കിൽ ഞാൻ ആത്മീയമായിട്ടായാലും ഭൗമികമായിട്ടായാലും
കർത്താവിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ദൈവം പറയും അവരെ എൻ്റെ വേലയാ, ദ വർക്ക് ഓഫ് മൈ ഹാൻഡ്സ്. അവരെ കാണുമ്പഴ് ഞാന് അഷെയിംഡ് ആവേണ്ട ആവശ്യം വരത്തില്ല. എൻ്റെ കുറവുകള് ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ വരുമ്പോൾ ദൈവം അത് നികത്തുമെന്ന് മാത്രമല്ല, എൻ്റെ എൻ്റെ തെറ്റുകൾ കൊണ്ട് എന്നെ എന്നിലോട്ട് നോക്കുന്നവര് ആഹ് 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 പ്രയാസപ്പെടത്തില്ല. ദൈവത്തിന്റെ കൈവേലയാ അവര്. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച അത്. when he sees his children, അതായത് യാക്കോബ് തന്റെ മക്കളെ കാണുമ്പോൾ അതെന്തോ അത് the work of God's hands in his midst. They will sanctify my name. അതായത് ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. നീ തെറ്റിപ്പോയാലും തിരിച്ചു വന്നില്ലേ, ഏഹ്, നിന്റെ മക്കള് they will sanctify ദൈവത്തിന്റെ നാമത്തെ അവർ വിശുദ്ധീകരിക്കും. ദൈവത്തിന്റെ പ്രോമിസ്, ഇൻഡീഡ് ദേ വിൽ സാങ്ക്ടിഫൈ ദ ഹോളി വൺ ഓഫ് ജേക്കബ്. ദൈവത്തിന്റെ പരിശുദ്ധനെ അവര് സാങ്ക്ടിഫൈ ചെയ്യുമെന്ന്. ആൻഡ് ദേ വിൽ സ്റ്റാൻഡ് ഇൻ ഓ ഓഫ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവരിൽ പ്രവർത്തിക്കും. നിന്നെ നോക്കുന്നവരെ ഞാൻ വിശദീകരിക്കാനും ക്രിസ്തുവിൽ വളർത്തുവാനും ഞാൻ മതിയായവന്. സോ ഞാൻ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവവചനത്തിലോട് നമ്മൾ തിരിച്ചൊന്ന് വന്നാൽ മാത്രം മതി. ദൈവവചനം ഒന്ന് തുറന്ന് വായിച്ച് മെഡിറ്റേറ്റ് ചെയ്താൽ മതി. ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യാൻ, നമ്മളെ ശുദ്ധീകരിക്കാൻ, നമ്മളുടെ തെറ്റുകൾ നമുക്ക് കാണിച്ചു തരാൻ, നമുക്ക് റിസ്റ്റോറേഷന്റെ പാത. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചു എങ്ങനെ ഞങ്ങൾക്ക് ദൈവവചനപ്രകാരം ജീവിക്കാം, ദൈവവചനം അനുസരിച്ച് അന്യോന്യം തെറ്റുകൾ കൺഫെസ് ചെയ്യാനും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് പുതിയ ഹോപ്പോടെ പുതിയ ആശയോടെ നോക്കുവാനും ഞങ്ങൾക്കിടയായി. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബ്ലെസ്സഡ് ഒരു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് മാറി. ചിലപ്പോൾ ഒത്തിരി ഗിഫ്റ്റ്സ് കിട്ടുന്നതോ ഒരു വെഡിങ് കേക്ക് കട്ട് ചെയ്യുന്നതോ കുറെ ഫോട്ടോസ് എടുക്കുന്നതോ അല്ല, ദൈവസന്നിധിയിലോട്ട് വളരെ താഴ്മയോടെയും കർത്താവെ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ എനിക്ക് കാണിച്ചു തരണമേ എന്ന് പറയുകയും ആണ് കർത്താവ് നോക്കുന്നത്. നുറുങ്ങിയുള്ള ഹൃദയത്തെ ദൈവം മാനിക്കുക, ദൈവം അതിന് മറുപടി തരുമെന്നായിരിക്കുന്നത്. ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. 24 വാക്യം കൂടെ വായിക്കാം. Those who err in mind will know the truth, and those who criticize will accept instruction. എത്ര വലിയ പ്രോമിസ് ആയത്. മനസ്സിൽ തെറ്റിപ്പോയവരെ അവർ സത്യം മനസ്സിലാക്കും എൻ്റെ ജീവിതം കാണുമ്പോൾ. ആൻഡ് ദോസ് ഹു ക്രിട്ടിസൈസ് വിൽ അക്സെപ്റ്റ് ഇൻസ്ട്രക്ഷൻ. ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാര് കറക്റ്റായിട്ടുള്ള മലയാളം കൂടെ വായിക്കാം. മനോവിഭ്രമമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും പിറുപിറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും. അതായത് എൻ്റെ ജീവിതം ശരിയാവുമ്പോൾ എൻ്റെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതവും ശരിയാവും എന്നുള്ളതാണ്. ദൈവം നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്താനാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ടെൻഡൻസി. ആ ആള് ശരിയല്ല. പക്ഷെ കർത്താവ് എന്നോട് പ്രത്യേകമായിട്ട് ഈ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്, നിന്റെ ജീവിതത്തിലെ കുറവുകൾ കണ്ടുപിടിക്കുക, നിന്നെ ഞാൻ റിസ്റ്റോർ ചെയ്യാൻ, ഒരു ഉദ്യാനമാക്കാൻ, ഒരു ഗാർഡൻ ആക്കാൻ, ഒരു ഫോറസ്റ്റ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നിന്റെ ചെവികളെ തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുക, നിന്റെ കണ്ണുകളെ തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ സന്നിധിയിലോട്ട് മാനസാന്തരത്തോടെ നീ വരുമോ? ഞാൻ ഒരു കുറച്ച് സമയത്ത് ലിറ്റിൽ വൈലില് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ എന്ന് ദൈവം എന്നോട് പറയുക എന്ന് എനിക്ക് മനസ്സിലാക്കി ദൈവം തന്നു. ദൈവം എന്നെ സഹായിച്ചു. ദൈവം ഇനി വിളറേണ്ട ആവശ്യമില്ല. ഫേസ് നീഡ് നോട്ട് ബി പെയിൽ. ദൈവത്തിന്റെ വേല എന്നിലും അതുപോലെ എന്നെ ചുറ്റിപ്പറ്റിയുള്ള ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആൾക്കാരുടെ ഇടയിലും ദൈവം ചെയ്യുമെന്നുള്ള പ്രോമിസ് ദൈവം എനിക്ക് തന്നു. ഞാനത് വിശ്വസിക്കുന്നു. എന്നെ നടത്തുന്ന ദൈവം നിങ്ങളെ നടത്തുമെന്ന് ഞാൻ ആശിക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് ദൈവവചനം അവസാനിപ്പിക്കും. കർത്താവേ, കേട്ട പതിനൊക്കെ നന്ദി പറയുന്നു. കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് വന്ന് വചനം പഠിക്കാൻ തന്ന സമയത്തിന് സ്തോത്രം ചെയ്യുന്നു. കേട്ട പതിനങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും വിനയപ്പെടുത്തുവാനും ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തരുവാനും ഈ വചനം കൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വചനം കേട്ടുള്ള കർത്താവെ, പലപ്പോഴും ഞങ്ങൾ കുറവുള്ളവരാണ്. ഞങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരും ഞങ്ങളുടെ കുറവുകൾ കാണാത്തവരുമായി തീരുന്ന കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദിവസങ്ങളിൽ കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്ത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നായിക വചനം കൊടുത്തുകൊണ്ട് സ്തോത്രം. ഇത്രയും പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് സ്തോത്രം. കർത്താവ് ഈ പുതിയ വർഷത്തിലും
ഞങ്ങൾക്ക് പിന്നെയും വചനം പഠിപ്പാൻ തന്ന സമയത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളിപ്പം പിരിയുന്ന പിരിയാത്ത സാധനം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. എല്ലാം തമിഴ് കേൾക്കണമേ. ആമീൻ. Amen. Praise the Lord.